പാകിസ്ഥാനിൽ രണ്ടാം ഘട്ടം നടത്താൻ പോകുന്ന ചർച്ച അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. വളരെ പെട്ടെന്നാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മധ്യസ്ഥരുടെ റോളിലേക്ക് കടന്നു കയറിയത്. ആര് നിയമിച്ചു, എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും അതിൻ്റെ രഹസ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ചില ആന്തരികമായിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറാൻ നാളെ ചർച്ചയ്ക്കെത്തും, താൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ എത്താത്തൊരു വിഷയം വരികയാണെങ്കിൽ ഒന്നുകിൽ കരാർ അംഗീകരിക്കണം, എത്തിയതിന് ശേഷമുള്ളതാണ് പറയുന്നത്, ഒന്നുകിൽ കരാർ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഊർജ നിലയവും പാലവും തകർക്കപ്പെടും. അപ്പാടെ തകർക്കുമെന്നാണ്. ഇറാനിലുള്ള പരമാവധി നാശനഷ്ടങ്ങളൊക്കെ ഇറാനിൽ തങ്ങൾ ഉണ്ടാക്കും എന്ന് പറയും. ഈ വിഷയം പുറത്തു വന്നതോട് കൂടിയിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇതിനൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ F-35 തകർക്കാൻ മാത്രം സാങ്കേതിക മികവും ശക്തിയുമുള്ള രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട. അങ്ങനെ പേടിക്കുകയാണെങ്കിൽ ഈ യുദ്ധം എപ്പോഴോ അവസാനിക്കുകയായിരുന്നു. പുതിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തങ്ങൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. ആ തിരിച്ചടിയുടെ ആഘാതത്തിൻ്റെ മുറിപ്പാട് എത്ര വർഷം നീണ്ടു നിൽക്കുമെന്നോ അല്ലെങ്കിൽ എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുറിവ് ഉണങ്ങുക എന്ന് പറയാനൊന്നും സാധിക്കുകയില്ല. സർവ്വമേഖലയും തങ്ങൾ സംഹാര താണ്ഡവമാടും. അതിൽ അറേബ്യൻ രാജ്യങ്ങൾ പെടും, ഇസ്രായേൽ പെടും, അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുള്ള മേഖലകൾ പെടും, ഹോർമുസ് കടലിനോട് ചേർന്ന് അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന കപ്പൽ വ്യൂഹപ്പെടും. അങ്ങനെ സർവ്വതും അറ്റകൈ പ്രയോഗിക്കുന്ന രീതിയിലേക്ക് തങ്ങൾ മാറുമെന്നുള്ളതാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. വെടിനിർത്തൽ ചർച്ച പൊളിയുകയാണെങ്കിൽ ഇറാനെതിരെയുള്ള സമുദ്ര ഉപരോധം തുടരും എന്ന് അമേരിക്ക പറഞ്ഞതോടുകൂടി അതിനും ആരും മറുപടി പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം, ഈ രണ്ടാം ഘട്ടം ചർച്ച, അതിൽ രണ്ടാം ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഹോർമുസിൻ്റെ ഉപരോധം തങ്ങൾ നടത്തിയത് സമുദ്ര ഉപരോധം പിൻവലിക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാകാത്തത് കൊണ്ടാണ്. അതും കൂടി അമേരിക്കയുടെ ചുമലിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇറാൻ. 14 ദിവസത്തെ കരാർ വ്യവസ്ഥ എന്ന് പറയുന്ന സമയത്ത് സർവ്വതുമാണ്. അതിൽ പിന്നീട് ഒരു സമുദ്ര ഉപരോധവുമായിട്ട് വന്നിട്ടുണ്ട് അമേരിക്ക. ഈ മേഖലയിലൂടെ സ്വതന്ത്രമായ രീതിയിൽ പാത ഉണ്ടാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക പറയുകയും അതോടൊപ്പം തന്നെ ഉപരോധം ഉണ്ടാക്കുകയും ചെയ്തു. രണ്ടും കൂടി നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് തങ്ങൾ രണ്ടാം ഘട്ടം ഹോർമുസ് കടൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് വരുന്ന കപ്പലും തിരിച്ചു പോകുന്ന കപ്പലും ഇറാൻ്റെത് മാത്രമല്ല, മറ്റു ലോക രാജ്യങ്ങളുടേതുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് അധികാരമൊന്നുമില്ല. അമേരിക്ക അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധാർഹമാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നും അവർ പറയുന്നു. ഹോർമുസ് കടക്കാൻ വേണ്ടി ചുങ്കം നൽകണമെന്ന ഇറാൻ്റെ നിലപാട് അവർ ആവർത്തിച്ചു. തങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ് എന്നതിനാൽ ഈ മേഖലയിലൂടെ ഏതൊക്കെ കപ്പലുകൾ പോകണം, സഞ്ചാരം നടത്തണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണമായിരിക്കുന്ന അധികാരം തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൂടെ ഏതൊരു കപ്പൽ പോകണമെങ്കിലും തങ്ങൾക്ക് എന്ത് ചെയ്യണം, ചുങ്കം തരണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ ചൊടിപ്പിച്ചത്. അതിന് സാധാരണഗതിയിൽ ഇത്തരമൊരു സംഭവമില്ല എന്നാണ് അമേരിക്ക വിഷയമായിട്ട് പ്രതികരിച്ചത്. അതിന് ഇറാൻ പറഞ്ഞ മറുപടിയുണ്ട്. അങ്ങനെ ഒരു ചുങ്കം വാങ്ങുന്നൊരു സംവിധാനം ഇവിടെ ഇല്ലായിരുന്നു, പക്ഷേ നിങ്ങളാണ് ഉണ്ടാക്കിയത്. ആ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് അമേരിക്കയാണ്. അതിൻ്റെ ഒരു ദുരന്തമാണ് ലോകം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം. 22-ാം തീയതിയാണ് കരാർ തീരാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കരാർ വ്യവസ്ഥയിൽ എത്തിക്കൊണ്ട് വിഷയം തീർക്കണം എന്ന് അമേരിക്കൻ കോൺഗ്രസ് ഡൊണാൾഡ് ട്രംപിനെ നിർബന്ധിക്കുന്നു. മാത്രമല്ല, ഒറ്റയ്ക്ക് ഈ യുദ്ധത്തെ അതിജീവിച്ചുകൊണ്ട് വിജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അങ്ങനത്തെ ഒരു പ്രതിസന്ധി അത് വേറെയുണ്ട്. ഇറാൻ ദുർബലമായി എന്നാണ് മനസ്സിലായത്. ഇതിൻ്റെ ഇടയിൽ തന്നെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിവരമാണ്. ഏറെക്കുറെ അവരുടെ സൈനിക ശക്തി അസ്തമിച്ചിരിക്കുന്നു. നേതാക്കന്മാരെ പരമാവധി കൊലപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ആത്മീയ നേതാവ് പോലും മരണപ്പെട്ടിരിക്കുന്നു. ഇനി അവർക്ക് വല്ലാത്ത രീതിയിലൊന്നും അതിജീവിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. മിതവാദികളായിരിക്കുന്ന നേതൃത്വത്തെയാണ് അമേരിക്കയും ഇസ്രായേലും വകവരുത്തിയത് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത്.
അത് അമേരിക്കക്ക് തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയായി. തീവ്ര ചിന്താഗതിക്കാരാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്, അല്ലെങ്കിൽ ഈ സൈനിക സംവിധാനത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് വന്നത്. ഏറെക്കൂടെ കുറെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി മിതവാദിയും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യം ആലോചിച്ച ശേഷം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതിന് ഉദാഹരണം പറയുന്നത്, ഇറാൻ്റെ സൈനിക കമാൻഡർ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയിരുന്നു അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ഖാസിം സുലൈമാനിയെ. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതോടനുബന്ധിച്ച് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങനെ ഒരു കൊലപാതകം നടന്നത്. പിന്നീട് അമേരിക്കക്കെതിരെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകാൻ വേണ്ടി ദിവസങ്ങളെടുത്തു, ആഴ്ചകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ IRGC ആക്രമണം നടത്തിയത്. 12 പേർ മുതൽ 60 അമേരിക്കൻ സൈനികരെങ്കിലും കൊല്ലപ്പെട്ട അതികഠിനമായിരിക്കുന്ന തിരിച്ചടിയായിരുന്നു ഉണ്ടായത്. പക്ഷെ അതിന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ആ നേതൃത്വ നിര അങ്ങനെ അപ്പാടെ തന്നെ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ അമേരിക്ക കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് 40ഓളം ഏറ്റവും ഉന്നതരായിരിക്കുന്ന ഈ ഭരണ സംവിധാന നേതൃത്വത്തും മത നേതൃത്വത്തും സൈനിക നേതൃത്വത്തിലുമുള്ളവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഏറെക്കുറെ പക്വമതികളായിരിക്കുന്ന ആളുകളും മിതവാദികളും പ്രശ്നം ഈ ചർച്ചയിലൂടെ പരിഹരിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നവരുമാണ്. വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഉള്ളവരാണ് എന്ന് ചുരുക്കം. അത് കഴിഞ്ഞ പ്രാവശ്യം 2025 അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയ ചർച്ച, ഒമാനിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയത്, ആ ചർച്ചയോടനുബന്ധിച്ച് ഇവരുടെ നിലപാടിനനുസരിച്ചിട്ടാണ് നീങ്ങി. അതുകൊണ്ടാണ് ഏറെക്കുറെ ആ പ്രശ്നം പരിഹരിക്കുന്നിടത്തേക്കെത്തി 5ാം ഘട്ട ചർച്ചയാണ് ഒമാനിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ആ സമയത്ത് അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു പക്വമായിരിക്കുന്ന നിലപാടെടുത്തിരുന്നു. എന്നാൽ അത് കഴിഞ്ഞു. പിന്നീട് 2ാം ഘട്ടം 2026 ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് 40 ദിവസം മുമ്പുണ്ടായിരിക്കുന്ന ആക്രമണം. ഈ ആക്രമണത്തോടു കൂടി ആദ്യഘട്ടത്തിൽ തന്നെ നേതൃത്വ നിരയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെ ഒരേ സമയത്ത് തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. ഇതോടുകൂടി വിഷയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ മിതവാദിയായിരിക്കുന്ന ആളുകളിൽ നിന്ന് തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകളിലേക്ക് ഭരണ സംവിധാനം, IRGCയുടെ ഭരണ സംവിധാനം എല്ലാം മാറി. അവിടെ ഈ 2 തരത്തിലുള്ള ഭരണ സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത്. ഒന്ന്, ആത്മീയ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക ട്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നു. പിന്നീട് രാജ്യഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് തലത്തിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ കീഴിലുള്ള മറ്റൊരു സൈനിക ട്രൂപ്പും പ്രവർത്തിക്കുന്നു. തീവ്ര ചിന്താഗതിക്കാരും വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തവരുമാണ് IRGC എന്ന് പറയുന്ന ഈ നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിഭാഗം. അവരുടെ കയ്യിലാണ് യഥാർത്ഥത്തിൽ രാജ്യമുള്ളത്, മറ്റുള്ളവർ അതിൻ്റെ താഴെയാണ് പ്രവർത്തിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്ന കാര്യങ്ങളും. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നാവിക ഉപരോധം, അതായത് അമേരിക്ക നടത്തുന്ന നാവിക ഉപരോധം മാനവരാശിക്കെതിരെയുള്ള കുറ്റവും വെല്ലുവിളിയുമാണ്. അത് ചെറുക്കാൻ വേണ്ടി മറ്റു ലോക രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ആ ദൗത്യം ഇറാൻ ഏറ്റെടുക്കും. യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയോട് സഹകരണം കാണിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഇറാൻ്റെ നിലപാടുകളാണ്. കാര്യം എന്ന് പറയുന്നത്, ഏത് തരത്തിലുള്ള ഇടപെടലുകൾ ഇറാന് എതിരെയായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ആക്രമിക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപെടലുകളെല്ലാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കുന്ന ഇറക്കുമതികൾ പല ഘട്ടങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, രാജ്യ പുരോഗതിക്ക് വേണ്ടി അറേബ്യൻ രാജ്യങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന പല സംവിധാനത്തിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തികമുണ്ട്. അത് ഏത് തരത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല, പാർട്ട്ണർഷിപ്പായിട്ടോ മറ്റോ, അതായത് റോഡാണെങ്കിലും, അത് ഈ പെട്രോളിയം ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും, പിന്നീട് അവിടെ രാജ്യവികസനവുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ ഇപ്പം നിർമ്മിക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്. 1 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങിൻ്റെ പണി കഴിപ്പിക്കുന്നുണ്ട്. അതിൽ പലതരത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ സാങ്കേതിക മികവ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ടവരാണ്. പിന്നീട് അതിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അവരാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചിന്തിക്കുന്ന കാര്യം, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സ്വതന്ത്രമായ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത വിധമുള്ള സംവിധാനം
ഇറാനുമായിട്ട് ഉടക്കുന്ന സമയത്തുണ്ടാവും. അതിൻ്റെ പരിണിത ഫലം ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ എംബസിയും കോൺസുലേറ്റും അവിടെ ജോലി ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാരും അനുഭവിക്കുന്നു. അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ ഞങ്ങൾ അമേരിക്കയുടെ പൗരന്മാരാണെന്ന് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത വിധം വലിയ രീതിയിലുള്ള ഭയാശങ്ക സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് എവിടേക്ക് ബാധിക്കും? മറ്റു രാജ്യത്തേക്ക് ബാധിക്കും. സാമ്പത്തികപരമായ രീതിയിൽ ലോകത്തിൻ്റെ എല്ലാവിധ അസ്തിത്വത്തിൻ്റെയും ജീവനാഡി എന്ന് പറയുന്നത് അറേബ്യൻ ഗൾഫാണ്. അറേബ്യൻ രാജ്യത്തുള്ള പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് നിലക്കുന്ന സമയത്ത് എല്ലാവരെയും സാരമായിട്ട് ബാധിക്കും. അത് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ്. ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പൂർണ്ണമായിരിക്കുന്ന രൂപം എത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ സമാനമായിരിക്കുന്ന രീതി, അതല്ലെങ്കിൽ കഠിനമായിരിക്കുന്ന പ്രത്യാക്രമണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ഈ അമേരിക്കയുടെ F-35 യുദ്ധവിമാനം, അത് 5ാം തലമുറയിൽപ്പെട്ട ലോകത്ത് നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധവിമാനത്തെ തകർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് നിസ്സാരമാണ് എന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നു.